എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഏതൊക്കെ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം, അതുപോലെ FI ഹോൾഡിങ്സ് റെഡ്യൂസ് ആയ സ്റ്റോക്കുകൾ ഏതൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ, പിന്നെ ഏതൊക്കെ സ്റ്റോക്ക് ഇടിയാൻ സാധ്യതയുണ്ട്, ഇത് നമുക്ക് നോക്കാം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ്. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി ഇന്ത്യ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ആക്ഷൻ, ഈ 4 കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു വീക്കില് മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ പോസിറ്റീവ് ന്യൂസ്, നെഗറ്റീവ് ന്യൂസ്, പിന്നെ നെക്സ്റ്റ് വീക്കിലെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ, അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ദിവസം വീഡിയോ ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാല് വിസ്ഡം ടൂത്തിന്റെ എക്സ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അധികം നമുക്ക് സ്ട്രെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. തുടർന്ന് വീഡിയോസ് ചെയ്യാം. സോറി ഫോർ ദാറ്റ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഒരു FI ഹോൾഡിങ്സ് റെഡ്യൂസ് ആയ 8 ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് ട്രെൻഡ്, ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ ട്രെൻഡിന്റെ FI ഹോൾഡിങ്സ് നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്. അതായത് 15.62% നിന്ന് 15.59 ആയിട്ട് റെഡ്യൂസ് ആയിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഒരു സ്റ്റോക്ക് 52 വീക്ക് ഹൈയിൽ നിന്ന് നല്ല ഇടിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 51% ആണ് ഇടിഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോയിൽ നല്ല ഒരു ഇടിവ് വന്നിരിക്കുകയാണ്. അതായത് 52 വീക്ക് ഹൈയിൽ നിന്ന് 20% ആണ് ഇടിഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് FI ഹോൾഡിങ്സ് റെഡ്യൂസ് ആയിട്ടുണ്ട്. FI ഹോൾഡിങ്സ് എത്രയാണെന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന FI ഹോൾഡിങ്സ് 8.84, ഇപ്പൊ 8.82% ആയിട്ട് റെഡ്യൂസ് ആയിരിക്കും. തേർഡ് സ്റ്റോക്ക് എറ്റേണൽ. എറ്റേണൽ 244 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യാണ്. ഇത് 52 വീക്ക് ഹൈയിൽ നിന്ന് 33% റെഡ്യൂസ് ആയിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെയുള്ള FI ഹോൾഡിങ്സ് 52%, ഇപ്പൊ 32.63, നല്ല ഒരു റെഡ്യൂസ് ആണ് ഈ ഒരു സ്റ്റോക്കിന് വന്നിരിക്കുന്നത്. FI ഹോൾഡിങ്സ് FI ഹോൾഡിങ്സ് 36.24% നിന്ന് 32.61 ആയിട്ട് റെഡ്യൂസ് ആയിരിക്കും. ജിയോ ഫിനാൻഷ്യൽസ് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. ജിയോ ഫിനാൻസ് 236 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഇതും 52 വീക്ക് ഹൈയിൽ നിന്ന് ഇപ്പോൾ റെഡ്യൂസ് ആയിരിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ആൻഡ് ഇവരുടെ FI ഹോൾഡിങ്സ് നിങ്ങൾ നോക്കിയാൽ പ്രീവിയസ് ആയിട്ട് 12.31%, ഇപ്പോൾ 11.61% ആയിട്ട് ഇടിഞ്ഞിരിക്കുന്നു. ദെൻ ICICI ബാങ്ക് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 1341 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 52 വീക്ക് ഹൈയിൽ നിന്ന് 17% ഇടിഞ്ഞിട്ടുണ്ട്. 46.21% ആയിരുന്നു FI ഹോൾഡിങ്സ്. ഇപ്പൊ 34.48, 43.87% നിന്ന് 34.48 ആയിട്ട് റെഡ്യൂസ് ആയി. അൾട്രാടെക് സിമെന്റ് ആണ് ആ കാറ്റഗറിയിൽ നെക്സ്റ്റ് വരുന്നത്. 11,170. ഓക്കെ, അൾട്രാടെക് സിമെന്റ് 52 വീക്ക് ഹൈയിൽ നിന്ന് നല്ല റെഡ്യൂസ് ആയിട്ടുണ്ട്, 18%. അപ്പൊ ഇവരുടെ FI ഹോൾഡിങ്സ് നോക്കുകയാണെങ്കിൽ 14.44% നിന്ന് ഇപ്പൊ 13.61% ആയിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ഓക്കെ, സോ 2161 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്കും 52 വീക്ക് ഹൈയിൽ നിന്ന് 55% ആണ് റെഡ്യൂസ് ആയിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന FI ഹോൾഡിങ്സ് നോക്കിയാൽ
10.37%. ഇപ്പോൾ അത് 9.66 ആയിട്ട് റെഡ്യൂസ് ആയിരിക്കുകയാണ്. ഇതാണ് 8 സ്റ്റോക്കുകൾ FI ഹോൾഡിങ്സ് റെഡ്യൂസ് ആയത്. ഇനി ഏതൊക്കെ സ്റ്റോക്കുകൾ ഇടിയാൻ സാധ്യതയുണ്ടെങ്കിൽ നെഗറ്റീവ് ബ്രേക്ക്ഔട്ട് വരാൻ സാധ്യതയുണ്ട്, 200 DMAക്ക് താഴെ പോയ സ്റ്റോക്കുകളിൽ ജാഗ്രത നിർദ്ദേശം ടോപ്പ് ബ്രോക്കറേജസ് വെച്ചിരിക്കുന്ന സ്റ്റോക്കില് ഫസ്റ്റ് സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കാണ്. ബട്ട് ഇത് 1675 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇടിയാനും സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ലിസ്റ്റിൽ വെച്ചിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഷാഫ്ലർ ഇന്ത്യയും 5% ഉയർന്ന ഒരു സ്റ്റോക്ക് തന്നെ. ഓക്കെ, 4060 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബട്ട് ഇതും 200 DMAക്ക് താഴെ പോയതുകൊണ്ട് ഇതും ജാഗ്രത ലിസ്റ്റിലുണ്ട്. പിന്നെ അതുപോലെ മാംഗ്ലൂർ റഫൈനറി, ഈ ഒരു സ്റ്റോക്ക് 165 ബ്രേക്ക് ചെയ്താലേ നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ സ്റ്റോക്ക്. ഇതിൽ ജാഗ്രത നിർദ്ദേശമുണ്ട്. 200 DMA എന്ന് പറയുന്നത് 159.8. നെക്സ്റ്റ് വരുന്നത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ. സോ ഇത് 385 ബ്രേക്ക് ചെയ്താലാണ് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഇതൊക്കെ ജാഗ്രതാ നിർദ്ദേശം തന്നിരിക്കുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയാലാണ് നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഇടിയാനും സാധ്യതയുണ്ട് എന്നുള്ള രീതി. ദെൻ ആംബർ എന്റർപ്രൈസസ്. സോ ഇത് ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട്, 200 DMAയിൽ താഴെ പോയ ഒരു സ്റ്റോക്കാണ്. സോ ഈ സ്റ്റോക്ക് വാച്ച് ഔട്ട് ചെയ്യുക. അതായത് 7416 ആ ഒരു റേഞ്ച് വരെ പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ MMDCയും ഇടിയാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ബട്ട് 7.91% കയറിയിട്ടുണ്ട്. സോ 74 ഒക്കെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാലും ഇതും ആ ഒരു ലിസ്റ്റിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചേമ്പർ ഫെർട്ടിലൈസേഴ്സും 465 ആ ഒരു റേഞ്ച് ഡൗൺ പോകാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഗാർഡൻ റിച്ച് ബിൽഡേഴ്സ്, ഇതും 2655 ബ്രേക്ക് ചെയ്താലാണ് ബൈങ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അല്ലെങ്കിൽ 2640 ആ ഒരു റേഞ്ച് വരെ ഇടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള റേഞ്ചിൽ ഇതും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ OneSource സ്പെഷ്യാലിറ്റീസ്, ഇത് ഇനിയും ഇടിയാൻ സാധ്യതയുണ്ട്. 1609 ആ ഒരു, അല്ലെങ്കിൽ 1605 ആ ഒരു റേഞ്ച് വരെയൊക്കെ പോകും. പിന്നെ ഇവരുടെ വാല്യുവേഷനും കൊള്ളത്തില്ല. ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്, ഇടിയാൻ സാധ്യതയുള്ള സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും നേരം നമ്മൾ കണ്ടത് ഇൻഫർമേഷൻ വീഡിയോ ആണ്. അപ്പൊ ഇനി നമുക്ക് സ്വിംഗ് ട്രേഡിങ്ങിന് ഏതൊക്കെ സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പൊ അതില് ഫെഡറൽ ബാങ്കിങ് സ്റ്റോക്കുകൾ കയറാം എന്നുള്ള രീതിയിൽ 320 ഫസ്റ്റ് ടാർഗറ്റ് 334 വരെ പോകും. സ്റ്റോപ്പ് ലോസ് 291 റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഗ്രസീം ഇൻഡസ്ട്രീസ് 3116 ഫസ്റ്റ് ടാർഗറ്റ് 3345 വരെ പോകുന്ന റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 2900 സ്റ്റോപ്പ് ലോസ് വെക്കാനോ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ GMR എയർപോർട്ട്സ്, ഈ ഒരു സ്റ്റോക്ക് ഇതിന്റെ വാല്യുവേഷൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ബട്ട് എന്നാലും മോത്തിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ടാർഗറ്റ് 109, സ്റ്റോപ്പ് ലോസ് 95 വെക്കാനും റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ROE ഒക്കെ, അതുകൊണ്ട് വാല്യുവേഷൻ കൊള്ളത്തില്ല ഈ ഒരു സ്റ്റോക്ക്, അല്ലാതെ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ലാർസൺ ആൻഡ് ടൂബ്രോ, ഈ സ്റ്റോക്ക് ഇനിയും കയറാൻ സാധ്യതയുണ്ട്. ലാർസൺ ആൻഡ് ടൂബ്രോയ്ക്ക് 4350 ഒക്കെ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് 3850 ആണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ബജാജ് ഫിനാൻസ് എപ്പോഴും നിയറസ്റ്റ് ടാർഗറ്റ് എടുക്കുക. ബജാജ് ഫിനാൻസിന് 992 ഒക്കെ ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് 868 വെക്കാനും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്, ലോങ് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാം. ദെൻ ഇൻഡിഗോ ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. ഓക്കെ, അപ്പൊ ഇൻഡിഗോ 4000, ഇൻഡിഗോയുടെ വാല്യുവേഷൻ ഒന്നും കൊള്ളത്തില്ല. ബട്ട് ഈ സ്റ്റോക്ക് കയറും എന്നുള്ള രീതിയിൽ റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 5050 വരെ പോകും. 4470 ഒക്കെ സ്റ്റോപ്പ് ലോസ് വെക്കാനും പറഞ്ഞിട്ടുണ്ട്.
100 റുപ്പീസിന് ബിലോയില് ഏതൊക്കെ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവരും ചോദിച്ചിട്ടുള്ളതുണ്ട്. ഈ IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ഇത് നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. 100 റുപ്പീസിന് താഴെ തന്നെയാണ്. 22 ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് 19.50 ആ ഒരു റേഞ്ചിൽ വയ്ക്കുക. ദെൻ രതൻ ഇന്ത്യ എന്റർപ്രൈസസ് ഇതും 100 റുപ്പീസിന് താഴെ, പക്ഷെ വാല്യുവേഷൻ കൊള്ളത്തില്ല. ബട്ട് ഇതും 100 റുപ്പീസിന് താഴെ, 39 ടാർഗറ്റ്, സ്റ്റോപ്പ് ലോസ് 34 വയ്ക്കുക. NHPCയും 100 റുപ്പീസിന് താഴെ നല്ലൊരു സ്റ്റോക്കാണ്. നല്ല ഡിവിഡൻഡ് yielding, വാല്യുവേഷൻ ഒക്കെ കൊള്ളാവുന്ന, പല പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 77, 78 ആ ഒരു റേഞ്ച് ടാർഗറ്റ്, 71 സ്റ്റോപ്പ് ലോസ് വെക്കുക. ഇതല്ലാതെ ഷോർട്ട് ടേമിന് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ വേറെ നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഒരു ആവലോൺ ടെക്നോളജീസ് ഇത് നല്ല ഒരു സ്റ്റോക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ഗുഡ്സിൽ 5th പ്ലേസിൽ വരുന്നു എന്ന് മാത്രമല്ല, ഇത് നല്ല ഉയർന്നു വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഇവരുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാലും റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പക്ഷെ ഡിവിഡൻഡ് yielding ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. 1999 മുതലേ ഉള്ള ലീഡിംഗ് ആയിട്ടുള്ള ഫുള്ളി ഇന്റഗ്രേറ്റഡ് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ടേമിന് ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കാണ്. പിന്നെ KEI ടെക്നോളജീസ് ഇതിന്റെ ടാർഗറ്റ് എല്ലാം തന്നെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. കാരണം ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ടെലഗ്രാം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ടെലഗ്രാമിൽ ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, അതുപോലെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്യുന്ന കോൾസുകളൊക്കെ തരുന്നുണ്ട്. അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പകരം വീഡിയോയിൽ വന്നിട്ട് ഓരോ സ്റ്റോക്കുകൾ കമന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റോക്കിന്റെ എല്ലാ ടാർഗറ്റ് പ്രൈസും ഡീറ്റെയിൽ ഒക്കെ തന്നെ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മലയാളം ഷെയറുകൾ. ഇപ്പൊ KEI ഇൻഡസ്ട്രീസ് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. ഇത് ഷോർട്ട് ടേമിനെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. വാല്യുവേഷൻ ഒക്കെ തന്നെ കൊള്ളാം, ഡിവിഡൻഡ് yielding ആണ്. വയേഴ്സ് ആൻഡ് കേബിൾസിൽ വരുന്ന ഒരു സ്റ്റോക്കും, പിന്നെ കോമ്പറ്റീറ്റേഴ്സ് നോക്കുമ്പോൾ സെക്കൻഡ് ലീഡിംഗിൽ വരുന്ന നല്ല ഒരു സ്റ്റോക്കാണ്. തേർഡ് വരുന്നത് ടിറ്റാഗ റെയിൽ സിസ്റ്റം. ഇതും ഷോർട്ട് ടേമിന് പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്. നല്ല ഡിവിഡൻഡ് yielding, വാല്യുവേഷൻ വൈസും കൊള്ളാം. അപ്പൊ അതുകൊണ്ട് 1997 മുതലേ ഉള്ള സ്റ്റോക്കാണ്. സോ ഇത് ബെസ്റ്റ് സ്റ്റോക്കാണ്. ഇതൊക്കെ കയറാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിങ്ങിന് ഷോർട്ട് ടേമിനെ ഒക്കെ ഫോക്കസ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഡേറ്റാ പാറ്റേൺസ് നല്ല കയറാൻ സാധ്യതയുള്ള, വാല്യുവേഷനും കൊള്ളാം, ഫണ്ടമെന്റലും കൊള്ളാം, ഡിവിഡൻഡ് yielding ആണ്. ഡിഫൻസ് ആൻഡ് എയറോസ്പേസിൽ വരുന്ന ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. പിന്നെ AU സ്മോൾ ഫിനാൻസ് ബാങ്കും നല്ല ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. 1020 ആ ഒരു റേഞ്ച് ടാർഗറ്റ് വെക്കുക. നിയറസ്റ്റ് ടാർഗറ്റ് 1035 വരെ പോകാൻ സാധ്യതയുള്ള നല്ല ഒരു ഡിവിഡൻഡ് yielding, വാല്യുവേഷൻ ഒക്കെ കൊള്ളാം. വലിയ ഹൈ ഡിവിഡൻഡ് അല്ലെങ്കിൽ നല്ല ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ. പിന്നെ കൊടാക് മഹീന്ദ്ര ബാങ്ക് ഫോക്കസ് ചെയ്യാം. കൊടാക് മഹീന്ദ്രയൊക്കെ ഷോർട്ട് ടേമിന് ഫോക്കസ് ചെയ്യാവുന്ന സ്റ്റോക്കാണ്. നല്ല വാല്യുവേഷൻ ഉള്ള ഒരു സ്റ്റോക്കും, ചെറിയ തോതിൽ ഡിവിഡൻഡും. പക്ഷെ ഒത്തിരി നെഗറ്റീവ് ഉണ്ട്, അതും കൂടി നോക്കിക്കോളാം. പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് ആണ് കൂടുതൽ. ബട്ട് സ്റ്റിൽ ഷോർട്ട് ടേമിന് ഈ സ്റ്റോക്ക് ഫോക്കസ് ചെയ്യും. ദെൻ പവർ മേക്ക് പ്രോജക്ട്സ് ഈ ഒരു സ്റ്റോക്കും നല്ല ഉയരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. കാരണം ഇവർക്ക് ഒത്തിരി കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് കിട്ടുന്നുണ്ട്. പിന്നെ വാല്യുവേഷൻ വൈസും കൊള്ളാം. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല വാല്യുവേഷൻ. സോ അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് കൺസ്ട്രക്ഷൻ സെക്ടറിൽ തന്നെ ലാസ്റ്റ് പ്ലേസിലാണ്. എന്നാലും നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. ഈ ഒരു 7 സ്റ്റോക്കുകളാണ് ബെസ്റ്റ് ഷോർട്ട് ടേം സ്റ്റോക്കുകൾ. ബാക്കി ലിസ്റ്റുള്ള നിങ്ങളുടെ ഡൗട്ട് ചോദിച്ച സ്റ്റോക്കുകൾ ഒക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോ പ്രയോജനപ്പെട്ടാലും മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ നമ്മൾ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ബേസിക് വീഡിയോസ്, അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.